ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മുതൽ ഒരു പുതിയ സിനിമ തിയേറ്ററിൽ വരുന്നു. നിരവധി സൂപ്പർ ഹിറ്റുകൾ എഴുതിയ, തിരക്കഥ എഴുതിയ, വൻ വിജയമാക്കിയ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള വമ്പന്മാർക്ക് പേരുണ്ടാക്കി കൊടുത്ത എസ്.എൻ. സ്വാമി 40 വർഷത്തെ എഴുത്തിന് ശേഷം ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്തു. സീക്രട്ട് എന്നാണ് പേര്. ഈ സ്വാമിയുടെ സംവിധാന ശൈലിയെക്കുറിച്ച് പറഞ്ഞ് കേട്ടത് മുതൽ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ല, സ്വാമി സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ബെഡോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള എല്ലാവരും ഉണ്ടാവില്ലേ? ഇവരെല്ലാവരുടെയും സിനിമയ്ക്ക് ബമ്പർ ഹിറ്റുകൾ എഴുതിയുണ്ടാക്കിയ ആളല്ലേ എന്നൊക്കെയാണ് പലരും ചോദിച്ചത്. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചു. സ്വാമി ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്, അത് സീക്രട്ടാണ്, സസ്പെൻസ് ഉള്ളതാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരിക്കാനാണ് സാധ്യത. കാരണം മോഹൻലാലിന് നിരവധി തിരക്കഥകൾ സ്വാമി എഴുതിയിട്ടുണ്ട്, മമ്മൂട്ടിക്ക് വേണ്ടി നിരവധി തിരക്കഥകൾ സ്വാമി എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് CBIയുടെ 5 ഭാഗങ്ങളും അറിയാലോ. അപ്പോൾ അങ്ങനെ മാത്രം നിരവധി സിനിമകൾ ഈ വമ്പൻ ഡയറക്ടർമാർക്ക് വേണ്ടി നിരവധി എഴുതിയിട്ടുണ്ട്. എല്ലാം ഹിറ്റുകളാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സ്വാമി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്വാമി തിരക്കഥ എഴുതി ഹിറ്റുകളാക്കിയ ആരും തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചവരോട് അത് എനിക്കറിയില്ല, അത് സ്വാമിയോട് ചോദിക്കണം. വേറൊരാൾ ചോദിച്ച് അല്ല, ഈ എസ്.എൻ. സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു സംശയമാണ്. മുൻപ് സിനിമക്കാർക്കൊക്കെ അവസരം കൊടുത്ത ഒരു ആളുണ്ടായിരുന്നു, എൻജിനീയർ കോര എന്ന് പേര്, വളരെ പ്രശസ്തനായ ഒരു എൻജിനീയർ. അദ്ദേഹത്തിന് ശിഷ്യനായിരുന്ന സ്വാമി ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമി അങ്ങനെ കുറച്ചു കാലം ശിഷ്യത്വം ഉണ്ടായിട്ടുണ്ട്, അത് ദോഷകരമായിരുന്നില്ല. എന്നാൽ ഒരു രീതിയിൽ ഗുണമെന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ മലയാള സിനിമയ്ക്ക് ഞങ്ങളൊക്കെ എതിർത്തിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യകാലത്ത് ഇന്നത്തെ പ്രശസ്ത സംവിധായകർ പലരും, പ്രശസ്ത നിർമ്മാതാക്കളിൽ പലരും, സിനിമ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണല്ലോ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരുടെ കൂടാരമാണ് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല, ഞാൻ അങ്ങനെ പറയൂ. അപ്പോൾ ആദ്യകാലത്ത് ഇങ്ങനെ ഈ കോരച്ചേട്ടൻ, എല്ലാവരും കോരച്ചേട്ടൻ എന്ന് വിളിക്കുക, എഞ്ചിനീയർ, ഞങ്ങൾ നഖശിഖാന്തം ഇത് തന്നും പറഞ്ഞിരുന്നു, മലയാള സിനിമയെ നശിപ്പിക്കാൻ വന്ന ഒരാളാണ് കോര എന്ന് ഞങ്ങൾ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കാരണം ഇത് കഴിവുകൾ ഉള്ള കുറേ പേരുടെ കൂട്ടായ്മയാണ് സിനിമ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ചക്ക വീണ് മൊയിൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഈ ആരുടെയോ ഭാഗ്യത്തിന് കോര പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സിനിമയിൽ സക്സസ് ആയി എന്നുള്ളത് സത്യം. അത് അവരുടെ കഴിവാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ജോഷി അടക്കമുള്ള കുറേ പേര് അവിടെ കോര പറഞ്ഞനുസരിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. നിർമ്മാതാക്കൾ കുറേ പേര് കോര പറഞ്ഞനുസരിച്ച് എന്തിന് സിനിമ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കോരയെ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് സിനിമ എഡിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ നല്ല എഡിറ്റിങ്ങിന് ദേശീയ അവാർഡ് അടിക്കുക, അതല്ലെങ്കിൽ തന്നെ പ്രഗത്ഭ സംവിധായകരൊക്കെ അവരാണ് എഡിറ്റിങ്ങിൻ്റെ ആശാന്മാർ. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് വേണ്ട എന്ന് പറയുന്നത് നല്ല ഡയറക്ടർമാരാണ്, ഒന്നും അറിയാത്തവർക്ക് ഒന്നും പറയണ്ട. അപ്പം അങ്ങനെയുള്ളവരുടെ ഈ ടീമിൽ നിന്ന് അവരെ മറികടന്നുകൊണ്ട് ഒരു കോര വന്ന് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോഷിയുടെ പടം കോര എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം കുറേ പേരെ എഴുത്തുകാരാക്കി. എൻ്റെ ഓർമ്മയിലുള്ളതെന്ന് വെച്ചാൽ ഒരു സലീം ചേർത്തലി ഉണ്ടായിരുന്നു. സലീം ചേർത്തൽ നന്നായിട്ട് എഴുതിയിരുന്ന ഒരാളാണ്, നന്നായിട്ട് നോവൽ എഴുതിയിരുന്ന ഒരാളാണ്. പിന്നെ കുറേ തിരക്കഥ എഴുതി. അപ്പോൾ ശശികുമാർ സംവിധാനം ഇയാളുടെ ഒരു നോവൽ സിനിമയാക്കി എടുത്തു. അത് ആട്ടക്കലാശം എന്നാണ് അതിൻ്റെ പേര്. ആ സിനിമ എടുക്കാൻ വെച്ചു. അതിൻ്റെ പ്രൊഡ്യൂസർ ഈ കോരയുടെ ചീട്ടുകൾ പ്രകാരം പോയിരുന്ന ഒരാളാണ് ഉള്ളത്. അപ്പോൾ ഇത് വന്നു. അപ്പോൾ ഇയാൾ സലീം ചേർത്തല പറയും, എന്തിനാ എന്നെ വിളിച്ചിരിക്കുന്നത്, എനിക്ക് തിരക്കൊന്നും എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശശികുമാർ പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വാ, ഒരു കടലാസ് എടുക്ക്, ഒരു പേൻ എടുക്ക്, ഇതാ സീൻ 1 എന്നത്. ശശികുമാർ ഇതുമാതിരി എഴുതിയെന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സിൽ നീ ഒരു സിനിമ കാണുകയാണ്, ലേഗ് ചെയ്യാൻ പാടില്ല, ആൾക്കാർ എഡിറ്റ് പോകാൻ പാടില്ല, അങ്ങനെ നിൻ്റെ നോവലല്ല അതിന് സാധനം എഴുതുക. അങ്ങനെയാണ് ഈ ആട്ടക്കലാശം എഴുത്. ആ സിനിമ ഹിറ്റായി. അതിൽ പ്രേംനസീർ, ലക്ഷ്മി, മോഹൻലാൽ, ചിത്ര, ആവില്ലേ മേല് നോവുന്നു എന്നൊക്കെ പാട്ടില്ലേ, അത് ആദ്യമാണത്. അങ്ങനെ കുറേ സിനിമകൾ രക്ഷപ്പെട്ടു. പിന്നെ ബേബി ശാലിനി വന്നപ്പോൾ
ബേബി ശാലിനി വന്നപ്പോൾ ബേബി ശാലിനിയുടെ ഒരു ലോകമായി വന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, അന്ന് തിരക്കുള്ള നടന്മാരായി കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും ചീട്ട് ഇവരിടുന്നില്ല. കാരണം ചീട്ടിടേണ്ട ആവശ്യമില്ല, അവരാണ് അന്നത്തെ മാർക്കറ്റ് വാല്യൂ ഉള്ളത്. അല്ല, അങ്ങനെ കുറേ കാലം ഈ കോരയുടെ കൂടെ സഹായിച്ച ഒരാളാണ് എസ് എൻ സ്വാമി. മിടുക്കനാണ് എസ് എൻ സ്വാമി. അങ്ങനെ ആ ലിസ്റ്റിൽ വന്ന് സ്വാമി അന്ന് സിനിമ ചെയ്യണമെന്നോ സിനിമയ്ക്ക് എഴുതണമെന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഇടയ്ക്കാണ് സാജൻ്റെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സാജന് ഇതൊക്കെ ഇങ്ങനെയായിട്ട് വന്നിട്ടുള്ളതാണത്. അങ്ങനെ നറുക്കിട്ട കൂട്ടത്തിൽ സാജൻ്റെ സിനിമയുടെ കഥ എഴുതേണ്ട പേര് വീണത് എസ് എൻ സ്വാമിക്കാണ്. ഓക്കണേ, സ്വാമി നെട്ടിപ്പോയി. പക്ഷേ സ്വാമിക്കൊരു കഥ പറയേണ്ടി വന്നു. അതാണ് ചക്കരയുമ്മ. അതിന് തിരക്കെഴുതിയത് കലൂർ ഡെന്നിസും. അപ്പോൾ ആ ചക്കരയുമ്മ ഒരു വൻ വിജയമായി മാറി. അങ്ങനെ നോക്കുമ്പോൾ വിജയങ്ങളുടെ ഘോഷയാത്ര സമ്മാനിച്ച ഒരു എഴുത്തുകാരനാണ് എസ് എൽ സ്വാമി എന്ന് ആലോചിക്കണം. അപ്പോൾ മധുവിൻ്റെ സിനിമ, ജോഷിയുടെ സിനിമ, അങ്ങനെ കുറേ സിനിമകൾ. എന്തിനാ വേറൊരു കാര്യം, 20-ാം നൂറ്റാണ്ട് നമുക്കറിയാമല്ലോ. 20-ാം നൂറ്റാണ്ട് സ്വാമി ചെയ്യേണ്ട ഒരു സിനിമയല്ല അത്. ഡെന്നിസ് ജോസഫ് എഴുതേണ്ട സിനിമയാണ്. മോഹൻലാലിന് പേരുണ്ടാക്കി കൊടുത്താന്നൊക്കെ പറയുന്നല്ലോ. അപ്പോൾ ഡെന്നിസ് ജോസഫിന് എഴുതാൻ സമയമില്ലാത്തത് കൊണ്ട്, നിവൃത്തികേട് കൊണ്ടാണ് അത് സ്വാമിയുടെ കയ്യിൽ വന്നു പെട്ടത്. അതും ഭയങ്കര ഹിറ്റായില്ലേ. അങ്ങനെ പിന്നെ സ്വാമിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സ്വാമിയുടെ രീതി അനുസരിച്ച് സ്വാമി നല്ലൊരു സുഹൃത്താണെന്ന് ആലോചിക്കണം. സ്വാമി കുറേ പേര് എഴുതിയിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് അവസരവും കൊടുത്ത് എനിക്കറിയാം. പലരും രഹസ്യമായിട്ട് തന്നെ വന്ന് സ്വാമി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ സ്വാമിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സ്വാമിയുടെ മകന് സംവിധാനം പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സംവിധാനം പഠിക്കാൻ അപ്പോൾ ഇപ്പോൾ ഇത് സ്വാമിയുടെ കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ചെറുപ്പക്കാരനും സംവിധാനം പഠിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. എന്തായാലും 40 വർഷം മുമ്പ് കഥ തിരക്കഥ എഴുതി തുടങ്ങിയ സ്വാമി 40ാമത്തെ വർഷത്തിലാണ് ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്താൽ എന്താണെന്ന് ആലോചിച്ചത്. അതത്ര തെറ്റൊന്നുമല്ല. കാരണം ഈ ക്യാമറ എവിടെ വെക്കണമെന്ന് അറിയാത്തവർ പോലും വമ്പൻ സംവിധാനം വിലസുന്ന മലയാള സിനിമയിൽ ഇത്രയൊക്കെ അനുഭവ സമ്പത്തുള്ള സ്വാമി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ സിനിമ ചെയ്യുന്ന മഹാപാപമാണ് എന്ന് പറഞ്ഞു പരത്തിയവരുണ്ടെന്ന് ആലോചിക്കണം. എന്തോ ആയിക്കോട്ടെ, സ്വാമിയുടെ കൂടെ എത്ര പേര് നിന്നു എന്നുള്ളത് സ്വാമിന് ഇത് സിനിമ കഴിഞ്ഞിട്ട് തുറന്ന് പറയുമെന്ന് എനിക്കറിയാം. കാരണം സ്വാമിയെ ആരും സഹായിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. ഇവിടെ അവസാനം സീക്രട്ട് എന്നുള്ള പേരിട്ട് തന്നെ അത് രഹസ്യമാണ്. വെറും രഹസ്യമല്ല, രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ആ സിനിമ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാമി ഞാൻ ഇന്നും വിളിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, ഞാൻ പിന്നെ സംസാരിക്കടാ, ഈ കുറച്ച് കഴിഞ്ഞിട്ടാ, പക്ഷെ നീ നാളെ സിനിമ കാണണം. സ്വാമിയുടെ സ്റ്റൈൽ എങ്ങനെയാണത്? സ്വാമിക്ക് ആരോടും വ്യക്തിപരമായിട്ട് വൈരാഗ്യങ്ങളില്ല, ശത്രുതയില്ല. സ്വാമിക്ക് ആകെ വേണ്ടത് എന്താ, കുറച്ച് മുറുക്കാൻ കൊടുക്കണം. നിങ്ങൾ കാശ് വേണ്ട എന്നുള്ളതല്ല, ആ മുറുക്കി ഇങ്ങനെ കൊന്നു നിൽക്കുന്നില്ല. അങ്ങനെയുള്ള സ്വാമി ഈ സിനിമ ചെയ്തപ്പോൾ നായകനായിട്ട് അഭിനയിക്കുക ധ്യാൻ ശ്രീനിവാസനാണെന്ന് ആലോചിക്കണം. ധ്യാനിനറിയാലോ, ധ്യാനിപ്പം നിറയെ പടങ്ങളുണ്ട്. സിനിമ കാണുന്നതിൽ കൂടുതൽ ധ്യാനിൻ്റെ അഭിമുഖങ്ങൾ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയിൽ തിരക്കുള്ള നായക നടൻ ധ്യാൻ ശ്രീനിവാസനാണ് ഈ സ്വാമിയുടെ സിനിമയിലെ നായകൻ. അങ്ങനെ ചെറിയ സെറ്റപ്പ്, അവർ മോശക്കാരല്ല, അങ്ങനെ യുവാക്കളെ കൊണ്ട് നിറഞ്ഞൊരു സിനിമയാണ് ഈ സീക്രട്ട് എന്നാലോചിക്കണം. അപ്പോൾ ആ സീക്രറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ പറയാതെ ചെറിയൊരു കമൻ്റ് ഉണ്ടെന്നല്ലേ, ഈ സ്വാമിയുടെ ഈ സീക്രറ്റ് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചേ. സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ സ്വാമി അങ്ങനെ വിളിച്ചു മതി. ഇത് അഭിമുഖത്തിൽ പറഞ്ഞത് കാരണം സ്വാമി പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഈ സിനിമയിൽ ചില അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കാതിരിക്കാം, പിന്നെ നമ്മുടെ മൈൻഡ് റീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ചില തോന്നലുണ്ടായിരിക്കാം. ആ തോന്നലുകൾ നമ്മുടെ മൈൻഡിൽ ചില കാര്യങ്ങൾ തോന്നിയാൽ നമ്മൾ ആ വഴിക്ക് പോയാൽ ചിലപ്പോൾ അതിൻ്റെ ഗുണമുണ്ടായിരിക്കാം. അപ്പോൾ അത് പറഞ്ഞു വന്നത് സ്വാമിയും വൈഫും കൂടി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകേണ്ട വഴിക്ക് മുമ്പ് മഹാരാജാസ് കോളേജിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരെയാണ് സ്വാമിക്ക് വീട്ടിലേക്ക് പോകേണ്ട എളുപ്പവഴി. പക്ഷെ സ്വാമിയുടെ ഇങ്ങനെ മൈൻഡ് പറഞ്ഞു അവിടെ പോകല്ലേ, അവിടെ നിൽക്കും സ്വാമി, വണ്ടി നിർത്തും. അപ്പോൾ സ്വാമിയോട് ബൈക്ക് നിർത്തുന്നു. അപ്പോൾ വീണ്ടും ആലോചിക്കുന്നു, ഇടത്തോട്ട് പോകുമോ സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി ചോദിച്ചു, ഞാൻ ഇന്നേ വരെ ഇടത്തോട്ട് പോയിട്ടില്ലല്ലോ, ഇടതുപക്ഷ ചിന്താധികാരനല്ലോ എന്നൊക്കെ സ്വാമി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാമി അങ്ങനെ ഇപ്പോൾ ഞാൻ അന്ധവിശ്വാസത്തിന് അടിമപ്പെടുന്നില്ല എന്ന് സ്വാമി മുന്നോട്ട് പോയപ്പോൾ ഈ മഴക്കാലല്ലേ, മഴ പെയ്ത് വെക്കുന്നു, റോഡ് നന്നാക്കുന്നുണ്ട്, റോഡിൽ കുഴിയെടുത്ത്